വെറും 10 മിനിറ്റ് മാത്രം എന്നോടൊപ്പം വരുമോ? എൻ്റെ കഥ കേൾക്കുമോ? ഒരു വർഷകാലം കൂടി കഴിയുന്നു. ഒപ്പം ഒരു അവധിക്കാലവും. എൻ്റെ കഥ നിങ്ങൾക്കറിയുമല്ലോ. വളരെ നിസ്സാരനെന്ന് തോന്നാവുന്ന ഒരു തുമ്പി. ചിലർ പറഞ്ഞ പോലെ പൂഴിമണ്ണിൽ കെണിയൊരുക്കി ഉറുമ്പിനു വേണ്ടി കാത്തിരുന്ന ഒരു വെറും കുഴിയാന. പക്ഷെ അതിൽ നിന്ന് സങ്കല്പങ്ങളുടെ വർണ്ണച്ചിറകുകളോടെ ഒരു നാൾ പാറിപ്പറന്നു കയറിയ ഒരു വർണ്ണത്തുമ്പിയായി മാറിയ കഥ. നോക്കൂ, ഞാനിന്ന് ഇവിടെ വന്നത് എന്തിനെന്നറിയോ? പേമാരി പെയ്തിറങ്ങിയ ഒരു വർഷകാലത്തിൻ്റെ തണുപ്പ് പറ്റി ആ തണുപ്പിൽ കാലത്തിനൊപ്പം സംവദിക്കുന്ന ഒരു വലിയ പ്രകൃതിയെ കാണാൻ. അതെ, ആ റീലിൽ ഞാൻ പറഞ്ഞ പോലെ മഴയുടെ ചില്ലുജാലകം പൊട്ടി താഴേക്ക് വീഴുന്ന പോലെ ജലം താഴേക്ക് പതിക്കുന്ന വെറും ഫിസിക്സിൽ ചുവരിൽ കോറിയിട്ടിരിക്കുന്ന കമിതാക്കളുടെ പേരോടുകൂടിയ പാർക്കിലെ ഷെൽട്ടറുകളിലൊന്നിൽ ഞാനിരുന്നു. വീണ്ടും ഞാൻ പറയട്ടെ, ജലം താഴേക്ക് പതിക്കുന്ന വെറുമൊരു ഫിസിക്സ് അല്ല ഇത്. പകരം പറഞ്ഞ പോലെ തന്നെ മഴച്ചില്ലുജാലകം പൊട്ടിച്ചിതറി വീഴുന്ന കാഴ്ച. ഇനി കാഴ്ചകളിൽ മുൻപ് സൂചിപ്പിച്ച പോലെ മലയിറങ്ങി വന്ന വശ്യസുന്ദരിയായ ഒരു തടാകം, കാറ്റിൻ്റെ ചിറകിലേറി പറന്ന ഒരു വെറും തുമ്പിയാണ് ഞാൻ. സ്വയം തണുത്തുവിറച്ച നിമിഷങ്ങളിൽ ഒരു വേള ഞാൻ ആ പഴയകാലം ഓർത്തു. ഒരു വിലയുമില്ലെങ്കിലും പൂഴിമണ്ണിൻ്റെ ഊഷരത, ഒരു കുഴിയാനയായിരുന്ന കാലം. പറക്കണമെന്ന് ഒത്തിരി മോഹിച്ചതാണെന്നും. കണ്ടോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മഴയുടെ ചില്ലുജാലകം പൊട്ടിച്ചിതറി വീഴുന്ന പോലെ. അത് വെറും ചില്ലല്ല, പൂഴിച്ചില്ല്. അതായത് ഭസ്മധൂളി പോലെ. അങ്ങനെയല്ലേ? ഇതിൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പേടി തോന്നും. അത്ര സമീപത്താണ്, അത്ര ചാരത്താണ്. ഞാനിത് പറന്നു കാണും. ഈ ജലസംഭരണിയുടെ ചലപില ശബ്ദത്തിൽ കൊക്കുരുമ്മുന്ന പറവകളെ ഉന്നം വയ്ക്കുന്ന ഒളിയമ്പുകൾ. ഞാനും ചുവരിൽ കുറിച്ചിട്ടു എൻ്റെ പേരും ഒപ്പം നിൻ്റെ പേരും. നീയെന്ന് വെച്ചാൽ അത് നീ മാത്രമാണ്. എന്നെ പ്രണയിക്കുന്ന കാലം. നമ്മൾ ഒരുമിച്ച് വന്നു, ഒരുമിച്ച് പോകും. ഈ കാറ്റിന് അങ്ങ് ദൂരെ ചക്രവാളങ്ങളിൽ മുട്ടിയുരുമ്മി നിൽക്കുന്ന കാളിമലയോട് സാമ്യം. അന്ന് ആ മല കയറുമ്പോൾ എൻ്റെ ശ്വാസം നിശ്ചലമാകും പോലെ തോന്നി. താന്നിമരത്തിൻ്റെ തണലിൽ ചാരിയിരുന്ന് ആച്ചപ്പോൾ എൻ്റെ ഉള്ളം കാലിൽ ഫോർമിക് ആസിഡ് കുത്തിക്കയറ്റിയ ഒരു കട്ടുറുമ്പ് നിനക്ക് വച്ചിട്ടുണ്ട്. അടുത്ത ജന്മം വീണ്ടും കുഴിയാനയാവാൻ ഞാനില്ല. സോറി, പറഞ്ഞ് കാട് കയറി. എന്തു ഭംഗിയല്ലേ ഇവിടെ ഇങ്ങനെ നടന്നു കാണാൻ, അല്ല പറന്നു കാണാൻ. ഞാനൊരു തുമ്പിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എങ്ങനെ തുമ്പിയായെന്നാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, എനിക്കും കാണും കൂടപ്പിറപ്പുകളെന്ന്, അല്ലേ? ചിന്തിച്ചോളൂ. ഒരു കാര്യം ഉറപ്പ്, വർഷകാലത്തിൻ്റെ തിമിർത്തു പെയ്യലിൽ നാടും നഗരവുമെല്ലാം ഞെട്ടിവിറച്ചപ്പോൾ അന്ന് വീശിയ ചുഴലിയിൽ പെട്ടുപോയ ആത്മാക്കളിൽ മൃതിയിലൊടുങ്ങാത്ത ഒരു തുമ്പി. അതുകൊണ്ട് മാത്രം ഇനിയൊരു വർഷകാലത്തെയും കാത്ത് ഞാൻ വീണ്ടും ഈ നീലാകാശത്തിനു താഴെ പാറി നടക്കുന്നു. ഞാൻ കഥ പറയുന്നതല്ല കേട്ടോ. ഭ്രാന്തമായ കാലത്തിൻ്റെ വിറളി പിടിച്ച ജൽപ്പനങ്ങളിൽ എൻ്റെ കഥ തെല്ലും കഴമ്പില്ലാത്തതാണ്. ഞാൻ വെറുമൊരു തുമ്പിയല്ലേ. എങ്കിലും ഒരു കുഴിയാനയ്ക്ക് എന്നെപ്പോലെ ഒരു തുമ്പിയാവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളൊക്കെ എത്രയോ മനോഹരമായ വർണ്ണശലഭങ്ങൾ ആയേനെ, അല്ലേ? വേദനയും ദുഃഖങ്ങളുമില്ലാത്ത ചിത്രശലഭങ്ങൾ. അവരും പാടിയ പാട്ടുകളിൽ ഞാനുണ്ടായിരുന്നല്ലോ. അവരെല്ലാം പോഡ്കാസ്റ്റ് നേറ്ററായിരുന്നു. മറ്റുള്ളവരെ രസിപ്പിക്കാനായി ഓരോ കഥ പറയുന്നവരായിരുന്നു. എന്നിലെ കഥാകാരൻ്റെ തടവറയിലെ കാറ്റാടി യന്ത്രം കറങ്ങുന്നില്ലായിരുന്നു. ചാരുകസേരയിലിരുന്ന് കൈകൊണ്ട് വീശി എന്നെ തണുപ്പിച്ച കാലം. ഇന്ന് വർഷം പെയ്തിറങ്ങുന്നു. എങ്ങും തണുപ്പ് മാത്രം, എങ്ങും കുറ്റിരുട്ടു മാത്രം. സംസ്കാരത്തിൻ്റെ ഇരുട്ട്. ജീവിതം തട്ടിപ്പറിക്കാൻ നടക്കുന്ന ചില നെറികെട്ടവന്മാർ. ചേട്ടാ,
ഗൂഗിൾ പേ ചെയ്തു തരാം, 500 രൂപ കയ്യിലിങ്ങ് തരുമോ എന്ന് ചോദിച്ചു. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു. അവൻ ബൈക്കിലിരിക്കുകയാണ്. അവൻ്റെ മുഖത്ത് എഴുതി വച്ചിട്ടുണ്ട്, അവനൊരു കൊടും ക്രിമിനൽ എന്ന്. ഓക്കെ അനിയ, നമ്പർ പറ എന്ന് പറഞ്ഞ് എൻ്റെ ഗൂഗിൾ പേയിൽ UPI കൊടുക്കുന്ന ആ തക്കം നോക്കി എൻ്റെ ഫോണും തട്ടിപ്പറിച്ച് അവൻ ബൈക്കിൽ കടന്നാൽ, ഹോ, ആലോചിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് ഇതൊക്കെ പറയുന്നു? നിങ്ങളും അറിയണം. ചുറ്റിലും സ്വാർത്ഥത, വെട്ടിപ്പിടിക്കലുകൾ, കൂറുചേരുന്നവർ, ഒറ്റുകാർ, എല്ലാം കാണുന്നവൻ ഞാൻ, ഒരു ചെമ്പൻ തുമ്പി. ആരും അറിഞ്ഞില്ല, കാലം പറയാൻ വെച്ച ഒരു പരമസത്യം. അത് ഞാനാണ്. എനിക്കൊരു തുമ്പിയാവാൻ കഴിഞ്ഞെങ്കിൽ, ലോകമറിയുന്ന വലിയൊരു പോഡ്കാസ്റ്റിനേറ്റർ ആവാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. മോഹം അതൊന്നുകൊണ്ട് മാത്രം മരണത്തെ ജയിച്ചവരെക്കുറിച്ച് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ആ ഊർജം ചെറുതൊന്നുമല്ല. മോഹമെന്ന് പറയുന്നത് ഒരു ആണവോർജം തന്നെയാണ്. കൂട്ടത്തിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ചെമ്പൻ തുമ്പികൾ ആയുസ്സിനെക്കുറിച്ച് വേവലാതിപ്പെടാറില്ല. അത് നിങ്ങൾക്കറിയോ? ജീവിക്കുന്ന നാൾ സന്തോഷമായി ജീവിക്കുക, നല്ല മോഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. ഇപ്പോൾ ഞാൻ വളരെ ഉയരത്തിലാണ്. ദൂരെ കൂനിച്ചിയും കൊണ്ടകെട്ടിയും ആ മലകളെയൊക്കെ ഞാൻ കീഴടക്കിയിട്ടുണ്ട്. പകലും രാത്രിയും അറിയാതെ കാടുകയറി നടന്നിട്ടുണ്ട്. ഇന്നതൊക്കെ ഓർത്തെടുക്കുമ്പോൾ തെല്ലു ഭയം. അല്ലെങ്കിൽ എന്തിനു ഭയക്കുന്നു അല്ലേ? വിജയത്തിൻ്റെ ശത്രുവാണ് ഭയം. ഭീരുക്കൾ നേടിയിട്ടില്ല. സ്വപ്നം സത്യത്തിൽ രാജകുമാരനാണ്. പണ്ടൊരു മുത്തശ്ശി കഥയിൽ അത് ഞാൻ കേട്ടതാണ്. മോഹം രാജകുമാരിയും. സ്വപ്നവും മോഹവും ചേർന്നാലോ? എന്നെപ്പോലെ സുന്ദരനായ ഒരു ചെമ്പൻ തുമ്പിയാകാം. കഠിന പ്രയത്നം ചെയ്ത ഒരു കഴുത ചാക്കും ചുമന്ന് മലകേറി മരിക്കുന്നത് ഞാൻ കണ്ടു. കഠിന പ്രയത്നങ്ങൾ കഴുത ചുമക്കുന്ന ഭാരം മാത്രമാണ്. ജീവിതം വിജയിച്ചവർ തന്ത്രശാലികളായിരുന്നു. സൂത്രമൊപ്പിച്ച് പതിയിരുന്ന കുഴിയാനകൾ. തട്ടിപ്പറിക്കലുകൾ ഒരു പൊതു നിയമമായാൽ സമൂഹം ഇരുട്ടിലാവും. അതാണ് സാംസ്കാരികമായ ഇരുട്ട്. അത് കൊറോണ പോലെ ബാധിച്ചിട്ടുണ്ട്. കൊറോണ തട്ടിപ്പറിച്ചതൊരു വംശത്തെ ആയിരുന്നല്ലോ. ഒരു വംശം മുഴുവൻ ഇരുട്ടിലായ ഒരു രോഗം. അന്നും ഞാൻ കാത്തിരുന്നു. പറക്കാൻ മോഹിച്ച് തപസ്സിരുന്നു. കാലം കാത്തുവച്ച സമ്മാനത്തെ ചിറകുകൾ എന്ന് ഞാൻ വിളിച്ചു. അഗ്നിച്ചിറകുകൾ ഒരു മനോഹരമായ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഞാൻ കണ്ടു. അധികമാരും വായിച്ചു കാണാത്ത ഒരു ജീവിതമായിരുന്നു തുടക്കത്തിൽ മഹാനായ അബ്ദുൽ കലാമിൻ്റേത്. ഒത്തിരി നന്ദി സാർ. ബ്രഹ്മോസ് മിസൈലുകൾ, ആകാശ്, അഗ്നി എന്ന് വേണ്ട നമ്മുടെ സിന്ദൂരത്തിൻ്റെ വിലകാത്ത ദേശസ്നേഹം മറക്കാനാവില്ല. ആ അഗ്നിച്ചിറകുകളെ മറക്കാനാവില്ല. എനിക്കെന്നല്ല, ഒരു തുമ്പിക്കും. പശ്ചിമഘട്ട സീമകളിൽ തട്ടിമറിഞ്ഞ കൊടുങ്കാറ്റിൻ്റെ അസ്ഥികഷ്ണങ്ങൾ പെറുക്കി കാലമൊരു പാലം തീർത്തു. ഇനിയൊരു കുഴിയാനയും വഴിയറിയാതെ അലയരുത്. അവസാനത്തെ കുഴിയാനയും തുമ്പിയായി പറന്നിരിക്കണം. കവി അയ്യപ്പൻ ഹൃദയത്തിൽ സൂക്ഷിച്ച റോസാപ്പൂ മൊട്ടിനെ ഓടയിൽ വലിച്ചെറിഞ്ഞു മരണമെന്ന കോമാളി. പിന്നെ കവികൾ പ്രേമത്തെക്കുറിച്ച് പാടിയിട്ടില്ല. കൊറോണ വന്നല്ലോ. കവികളെ വേണ്ടാതായി, റോസാപ്പൂക്കളെയും. വില കൂടിയ മൊബൈലുകളിൽ വൈദ്യുത ശ്മശാനമൊരുക്കിയ നൂതന ആപ്പുകൾ. വെറുതെ ഞെക്കിയാൽ മതി, ജീവിതം ഭസ്മമാകും. തിരിച്ചറിയാൻ വൈകുന്നവർക്ക് ഒരു ഗെയിം സ്റ്റേഷനിൽ മുങ്ങിച്ചാവാം. ഇനിയുമുണ്ട് ഞാൻ കാണാത്ത സിനിമകൾ. രാസലഹരിയിൽ മത്തുപിടിച്ചവരെ കണ്ട തുമ്പികൾ ഒന്നും രണ്ടുമല്ല കടലിൽ ചാടി മരിച്ചത്. കാലം ചിലതു പറയും. സ്പിൽവേകളിൽ ഇല്ലാത്ത ഗ്യാപ്പിലൂടെ പുറത്തു ചാടുന്ന കുസൃതിക്കുടുക്കകളായ ജലത്തുള്ളികൾ. പറഞ്ഞാൽ കേൾക്കാത്തവർ, നെയ്യാറിലൂടെ ഒഴുകി പൊഴിക്കരക്കടലിൽ ചെന്നു ചേരുന്നവർ. ഞാൻ ഈ സൗന്ദര്യം ആസ്വദിച്ചിട്ടില്ല. പലവട്ടം ഇവിടെ വന്നിട്ടുള്ളതാണ്. ഈ മലയടിവാരത്തെ മനോഹര തടാകം തേടി. പക്ഷേ മോഹത്തിലും മോഹഭംഗത്തിലും ഇവിടെ നിൽക്കുമ്പോൾ ഒരിക്കൽ പോലും സുന്ദരിയായ കാലത്തെ ഞാൻ അറിഞ്ഞിട്ടേയില്ല. പിന്നെയും പറന്ന് പച്ചവിരിച്ച താഴ്വരകളിൽ മൊട്ടിടുന്ന കുസുമങ്ങളിൽ മോഹങ്ങളായി പറന്നു നടക്കുന്ന വർണ്ണശലഭങ്ങളെ കണ്ടപ്പോഴാണ് മോഹത്തെക്കുറിച്ച് ഞാനും ചിന്തിച്ചത്. ഒരിക്കലും പറക്കാൻ കൊതിക്കാത്ത ഒരു കറുത്ത നായ്ക്കുട്ടി ആരോ ഇട്ടുകൊടുക്കുന്ന ബിസ്ക്കറ്റിനായി കാത്തിരിക്കുന്ന കണ്ടു. അത് നടക്കുമ്പോൾ പിൻകാലുകൾ മുടന്തുന്നതായി ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെയും ചിലർ, പറക്കാൻ കഴിയാത്തവർ. ഇന്നും സന്ധ്യമയങ്ങും, രാത്രിയെത്തും,
ഉണർന്നെണീക്കുമെങ്കിൽ ഒരു പ്രതിജ്ഞയുണ്ട്. ജീവൻ്റെ തുടുപ്പിൽ പറക്കാൻ കൊതിക്കുന്ന തുമ്പികൾ പറഞ്ഞു തന്ന വലിയ പ്രതിജ്ഞ, ദൃഢപ്രതിജ്ഞ. കുഴിയാനകൾ മോഹങ്ങൾ കൊണ്ട് തുമ്പികളാകുന്ന പോലെ അഗ്നിച്ചിറകുകളാൽ ആകാശം കീഴടക്കുമെന്ന പ്രതിജ്ഞ